അച്ചടക്ക നടപടിയുടെ പേരിൽ സസ്പെൻഷൻ നേരിടുന്ന എൻ പ്രശാന്ത് IAS പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ നിരസിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉള്ള ഹിയറിംഗ് റെക്കോർഡ് ചെയ്യണമെന്നും ലൈവ് സ്ട്രീം ചെയ്യണമെന്നുമുള്ള എൻ പ്രശാന്ത് IAS ആവശ്യമാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി ഈ കാര്യം അറിയിച്ചിരിക്കുന്നു എൻ പ്രശാന്ത് IAS. വിനയരാജ് വിവരങ്ങളുമായിട്ട് ഉണ്ട്. വിനയരാജ്, ഈ ഒരു ആവശ്യം നിരസിച്ചിരിക്കുന്നത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല ഹിയറിംഗിന് താങ്കളെ വിളിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണോ? തീർച്ചയായും എന്തായാലും ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു മറുപടി വന്നിരിക്കുകയാണ്. പ്രധാനമായും അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല ഈ ഒരു ഹിയറിംഗ് വയ്ക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കേട്ട് വിലയിരുത്താൻ വേണ്ടി മാത്രമാണ് ഈ 16-ാം തീയതി ഹിയറിംഗിൽ നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയതെന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പ്രശാന്ത് ഈ ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് നിരസിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ പരിഹാസവുമായി എൻ പ്രശാന്ത് IAS ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പ്രധാനമായും പഴയ സിനിമാ രംഗം പോസ്റ്റ് ചെയ്ത് IAS ഓഫീസർമാർ വിധേയരായി പെരുമാറേണ്ടത് ഇങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഴയൊരു സിനിമയിലെ നസീർ, ഷീല തുടങ്ങിയവർ അഭിനയിച്ച സിനിമയിലെ ഭാഗമായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. അത് പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല ഹിയറിംഗിന് വിളിച്ചിരിക്കുന്നതെന്നാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് കാര്യങ്ങൾ നേരിട്ട് കേട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് 16-ാം തീയതി നേരിട്ട് ഹിയറിംഗിന് ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയതെന്നാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിയറിംഗ് 16-ാം തീയതി ഹാജരാകാനായിരുന്നു എൻ പ്രശാന്തിന് ചീഫ് സെക്രട്ടറി നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു ഈ സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോഴും ഈ ആവശ്യം ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്ന ആവശ്യം നിരസിച്ചതിന് പിന്നാലെയായിരുന്നു പ്രധാനമായും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വലിയ വിവാദങ്ങൾക്കടക്കം തന്നെ വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ IAS ഓഫീസർമാർ, ഉന്നത ഉദ്യോഗസ്ഥരടക്കം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടതെന്നടക്കമുള്ള പരിഹാസം, വിമർശനമടക്കം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിരിക്കുകയാണ്.